അതുപോലെ വേറൊന്നാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ്. രണ്ടാമത്തത് അക്വാപോണിക്സ്. ഇനിയുള്ളത് വെർട്ടിക്കൽ ഗാർഡൻ. ഇതെന്താണെന്നുള്ളത് ഓരോ വരിയൂടെ ഞാൻ പറയാം. വെർട്ടിക്കൽ ഗാർഡൻ, പിന്നെ സംയോജിത കൃഷി, സമ്മിശ്ര കൃഷി. ഓക്കെ, സമ്മിശ്ര കൃഷി. മിക്സഡ് ഫാമിംഗ്. ഏതാ മിക്സഡ് ഫാമിംഗ്? അല്ല, പറഞ്ഞോ. മിക്സഡ് ഫാർമിംഗ് ആണ്. അതുപോലെ നമുക്ക് ഇതിനെ പറ്റി ഓരോ കുഞ്ഞു വരികൂടെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാം. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ എന്ന് പറയുന്നത് എപ്പോഴും ഏതിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ ഹൈഡ്രോ, വെള്ളം. വെള്ളത്തിനെ എപ്പോഴെങ്കിലും സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അതായത് മണ്ണിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യണത്. സംസാരിക്കാതെ എവിടെയാണ് നമ്മള് സാധാരണ മണ്ണിലാണല്ലോ കൃഷി ചെയ്യണത്. മണ്ണില്ലാത്ത കൃഷിയാണ് ഹൈഡ്രോപോണിക്സ്. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പൈപ്പുകളൊക്കെ വെച്ച്, പൈപ്പുകളിൽ കൂടുകളൊക്കെ ഇട്ട് ചെറിയ ചട്ടികൾ വെച്ച് അതിന്റെ വേര് വെള്ളത്തിലോട്ടാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ്. വെള്ളത്തിൽ കൂടെ തന്നെ കുളമില്ല. പിന്നെ അക്വാപോണിക്സ് എന്ന് പറയുമ്പോൾ അക്വ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. പക്ഷെ അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതില് മീനും കൂടെ വളർത്താം. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ മീനും വളർത്തും. ആ വെള്ളത്തിന്റെ ബാക്ക് ഇവിടെ ശ്രദ്ധിക്കേ, നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് മീനിനെ വളർത്തും. അതേ വെള്ളം തന്നെ പമ്പ് ചെയ്ത് ചെടികൾ വളർത്താൻ ഉപയോഗിക്കും. അങ്ങനെ അത് അക്വാപോണിക്സ്. പിന്നെ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ എന്താണത്? എല്ലാ വളവും, അതായത് പൊക്കമുള്ള ചെടിയും പൊക്കം കുറഞ്ഞ ചെടിയും, ഇവിടെ പോലെ നമ്മളെ പൊക്കമുള്ള ചെടി, പൊക്കം കുറഞ്ഞ ചെടി, പിന്നെ മണ്ണില് മറ്റേ താഴ്വേൽ ആഹാരം പാചകം, ഇങ്ങനെയുള്ള എല്ലാ ചെടികളെയും ഒരേ ഗ്രൗണ്ടില് നമ്മൾ ഇടവിളയായിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ചേർത്ത് ഒരുമിച്ച് നട്ടു വളർത്തുന്ന ഒരു രീതിയുണ്ട് അവിടെ. അതാണ് സമ്മിശ്ര കൃഷി. പിന്നെ ഇനി കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങൾക്ക് തൽക്കാലം അങ്ങോട്ട്